താമരയുമായും കുറുക്കനുമായൊന്നും ബന്ധമില്ലെങ്കിലും താമര വിത്തെന്നും കുറുക്കൻ പരിപ്പെന്നുമെല്ലാം അറിയപ്പെടുന്ന മഖാന നിമിഷങ്ങൾക്കകമാണ് ഇന്ത്യയിൽ താരമായത്. ഇന്ത്യയിലും ചൈനയിലുമെല്ലാം നൂറ്റാണ്ടുകളായി പരമ്പരാഗത മരുന്നുകൾക്കും പോഷണത്തിനുമെല്ലാം ഉപയോഗിച്ചു വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചതോടെയാണ് മഖാന കൂടുതൽ ദേശീയ ശ്രദ്ധയിലേക്ക് വന്നത്. യൂറിയൽ ഫ്ലറോക്സ്, മുള്ളുള്ള വാട്ടർ ലില്ലി, മഖാന, ഗോർഗോൺ പ്ലാന്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരിനം ആമ്പൽ ചെടിയുടെ വിത്താണിത്. തെക്കൻ കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന യൂറിയൽ ജനുസിലെ ഒരേയൊരു അംഗമായ ഈ ചെടിയുടെ ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ ഉണക്കിയാണ് മരുന്നിനും ഭക്ഷണത്തിനുമെല്ലാം ഉപയോഗിക്കുന്നത്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വരെ ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീക്ക് പുരാണവുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഇതിലെ ഗോർഗോൺസ്, യൂറിയൽ എന്നിവെന്നതാണ് ഇതിലെ മറ്റൊരു രസകരമായ വസ്തുത. ഗ്രീക്ക് പുരാണത്തിലെ ഭീകരരായ 3 സഹോദരിമാരെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഗോർഗോൺസ്. ഭയപ്പെടുത്തുന്ന കണ്ണുകളുള്ള ഭയങ്കര രാക്ഷസികളായിരുന്നു ഇവർ. ഇവരിലൊരാളാണ് യൂറിയൽ. സ്റ്റെനോ, മെഡൂസ എന്നിവരാണ് മറ്റുള്ളവർ. ഗ്രീക്ക് പുരാണത്തിലെ രാക്ഷസന്മാരായ ഫോർസിസിൻ്റെയും സെറ്റോയുടെയും പെൺമക്കളായ ഇവർക്ക് തങ്ങളെ നോക്കുന്ന ആരെയും കല്ലായി മാറ്റാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് ഗ്രീക്ക് വിശ്വാസം. ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് കടൽ രാക്ഷസന്മാരുടെയും മറ്റ് സമുദ്രജീവികളുടെയും ദേവതയാണ് കെറ്റോ എന്നുകൂടി വിളിപ്പേരുള്ള സെറ്റോ. കരയിലും കടലിലുമെല്ലാം നിരവധി രാക്ഷസന്മാരുടെ അമ്മയായ സെറ്റോക്ക് കാമുകനായ ഫോർസിസിൽ ഗോർഗോൺസിനെ പോലുള്ള നിരവധി ഭീകരരായ കുട്ടികളുണ്ടെന്നാണ് കഥ. ചില കഥകളിലും ഫോർസോസിനും സെറ്റോയും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ചിലതിൽ പ്രണയിതാക്കളാണ്, മറ്റു ചിലതിൽ ഇവർ സഹോദരങ്ങളാണ്. രണ്ടുപേരും പ്രധാനമായും കടലുമായും അതിലെ രാക്ഷസന്മാരുമായും ബന്ധപ്പെട്ടവരാണ്. ദുഷ്ടരാക്ഷസന്മാരായതിനാൽ ഉഗ്രൻ, ക്രൂരൻ എന്നീ അർത്ഥങ്ങളിലും ഗോർഗോൺസും യൂറിയലും ഉപയോഗിച്ചു വരുന്നുണ്ട്. പോഷക സമൃദ്ധവും ആരോഗ്യദായകവുമാണെങ്കിലും മറ്റൊരർത്ഥത്തിൽ ഈ ചെടിയും ഉഗ്രനും ക്രൂരനുമാണെന്ന് പറയാം. വിളവെടുക്കുന്ന കർഷകർക്കാണ് ചെടിയുടെ ക്രൂരത അനുഭവിക്കേണ്ടി വരിക. ഈ ചെടിയിലെ ഉഗ്രൻ അല്ലെങ്കിൽ ക്രൂരമായ മുള്ളുകളും ആഴത്തിലുള്ള കുളത്തിൽ നിന്നുള്ള ഇവയുടെ വിത്തുകൾ ശേഖരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളുമാണ് ഇതിനെ ക്രൂരതയുടെ മറ്റൊരു രൂപമാക്കി മാറ്റുന്നത്. ചെടിയുടെ തണ്ടുകളിലും ഇലകളിലുമെല്ലാം നിറയെ മൂർച്ചയുള്ള മുള്ളുകളാണുള്ളത്. കടും പച്ച നിറത്തിലുള്ള ഇവയുടെ ഇലകൾ വലുതും വൃത്താകൃതിയിലുമുള്ളതുമായിരിക്കും. ഇലയുടെ താഴത്തെ പ്രതലത്തിൽ മധ്യഭാഗത്തായാണ് തണ്ടുണ്ടാവുക. ഇല ഞരമ്പുകൾക്ക് പർപ്പിൾ നിറമാണ്. വെളുത്ത ആന്തരിക ദളങ്ങളും വയലറ്റ് പുറം ദളങ്ങളും ഉള്ള പൂക്കളാണ് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത. പണ്ടൊക്കെ ഇവ വളർന്നിരുന്ന ശുദ്ധജല കുളങ്ങളിൽ 8 അടി ആഴത്തിൽ മുങ്ങിയാണ് പരമ്പരാഗതമായി ഈ വിത്തുകൾ വിളവെടുത്തിരുന്നത്. ഇത് വളരെ അധ്വാനം ആവശ്യമുള്ളതും ബുദ്ധിമുട്ടേറിയതും അപകടകരവുമായിരുന്നു. മത്സ്യത്തൊഴിലാളികളായ കർഷകർക്ക് വിത്തുകൾ ശേഖരിക്കാൻ മണിക്കൂറുകളോളം ആഴത്തിലുള്ള ചെളി നിറഞ്ഞതുമായ കുളങ്ങളിൽ മുങ്ങിക്കിടക്കേണ്ടി വരാറുണ്ട്. ചെളിയിൽ നിന്നും ചെടിയുടെ മുള്ളിൽ നിന്നും ചർമ്മത്തിന് അപകടങ്ങൾ ഉണ്ടാവുകയും പതിവായ ഒരു കാഴ്ചയായിരുന്നു. ഇത് യുവതലമുറയെ ഈ കൃഷിയിൽ നിന്ന് അകറ്റുന്നതിനും മഖാന വംശനാശ ഭീഷണി നേരിടുന്നതിനും ഇടവരുത്തി. പിന്നീട് നാഷണൽ റിസർച്ച് സെന്റർ ഫോർ മഖാനയുടെ രൂപീകരണവും അത്യാധുനിക തരം വിത്തുകൾ വികസിപ്പിച്ചെടുത്തതും 1 അടി താഴ്ചയിൽ വെള്ളമുള്ള പാടങ്ങളിൽ വരെ ചെടിയുടെ കൃഷിക്ക് തുടക്കമിട്ടതുമാണ് ഇവയുടെ ഉൽപാദനവും വിളവെടുപ്പും എളുപ്പമാക്കിയത്. കൂടുതൽ ഉൽപാദനക്ഷമയുള്ള ഒരു ഇനം വികസിപ്പിച്ചെടുത്തത് ഇവയുടെ ഉൽപാദനത്തിൽ കുതിച്ചുചാട്ടത്തിനും സഹായകമായി. ഇവയുടെ വിളവെടുപ്പിന് ഒരു യന്ത്രവും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ ശുദ്ധജല കുളങ്ങളിൽ വിത്തുകൾക്കായാണ് യൂറിയൽ ഫെറോക്സ് പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, ജപ്പാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, റഷ്യ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായും കൃഷി ചെയ്യുന്നത്. അടുത്തിടെ യൂറോപ്പിലെ സെർബിയയിലും ഇവ കണ്ടെത്തിയിരുന്നു. ദേശാടന പക്ഷികൾ വഴിയാണ് ഇവ സെർബിയയിലെത്തിയതെന്നാണ് നിഗമനം. എന്നിരുന്നാലും ലോകത്ത് സാവധാനം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവയെന്നും റിപ്പോർട്ടുണ്ട്. ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ ചുവന്ന പട്ടികയിൽ ദുർബലമായത് എന്ന ഗണത്തിലാണ് ഈ ചെടിയുള്ളത്. വടക്കേ ഇന്ത്യ മുതൽ തായ്വാൻ വരെയും കിഴക്കൻ റഷ്യൻ ഭാഗങ്ങളിലുമെല്ലാം ഇവ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും മഖാനയുടെ 90% ഉൽപ്പാദിക്കുന്നത് ഇന്ത്യയിലെ ബീഹാറിലാണ്. ഇതിൻ്റെ കൃഷി ബീഹാർ, അസം, മണിപ്പൂർ, പശ്ചിമ ബംഗാൾ, ത്രിപുര, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. രാജ്യത്ത് പ്രതിവർഷം 10,000 ടണ്ണിലേറെ മഖാന ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. വടക്കൻ ബീഹാറിനെ സംബന്ധിച്ച് ഒരു പ്രധാന ജല നാണ്യവിളയാണ് ഇവ. ദർഭംഗ, മധുബാനി, പൂർണിയ, കതിഹാർ തുടങ്ങിയ ജില്ലകളിലാണ്
കൂടുതൽ മക്കാന കർഷകരുള്ളത്. മധുബാനി ജില്ലയിലാണ് പ്രധാന ഉൽപാദന കേന്ദ്രം. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ദരിദ്രരായ കർഷകരുടെ ഉപജീവന മാർഗങ്ങളിലൊന്നാണിത്. മക്കാന കിലോക്ക് 1000 രൂപയിലേറെ വിലയുണ്ട്. ചൈനക്കാർ നൂറ്റാണ്ടുകളായി ഈ ചെടി നട്ടുവളർത്തുന്നുണ്ട്. യൂറിയൽ ഫെറോക്സിന്റെ വിത്തുകൾ, ഇലകൾ, വേരുകൾ എന്നിവ പരമ്പരാഗത ചൈനീസ് ആയുർവേദ ഔഷധങ്ങളിൽ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു വരുന്ന ഒരു കൂട്ടാണ്. കൂടാതെ ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യയിലെ പ്രത്യേകതരം കന്റോണി സൂപ്പിലും ഇവ ഉപയോഗിക്കുന്നുണ്ട്. 1990-91 കാലഘട്ടത്തിൽ ബീഹാറിലെ 96,000 ഹെക്ടറിലധികം യൂറിയൽ കൃഷിക്കായി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആഴം കുറഞ്ഞ ജലസമ്പന്നമായ മണ്ണിലും ഇത് വളരുമെങ്കിലും തണലുള്ള പ്രദേശങ്ങളും നല്ല തണുപ്പും ഇത് സഹിക്കില്ല. ചൈനയിലെ കുവാഹുക്കിയാവോ, ഹെമുഡു, ടിയാൻ ലുഷാൻ എന്നീ സ്ഥലങ്ങളിൽ നടത്തിയ പുരാവസ്തു പര്യവേക്ഷണങ്ങളിൽ നിയോലിത്തിക് കാലഘട്ടത്തിൽ തന്നെ യാങ്സി മേഖലയിൽ ഇവ പതിവായി ഉപയോഗിച്ചിരുന്ന വന്യഭക്ഷണമായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാട്ടർ ലില്ലിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗമായ മക്കാന വിത്തിന് കറുപ്പ് തവിട്ട് നിറത്തിലുള്ള പുറം പാളിയാണുള്ളത്. ചെറുതും വൃത്താകൃതിയിലുമുള്ളതുമാണ് ഇവ. വിളവെടുത്ത ശേഷം ഉണക്കി വറുത്തെടുത്താണ് ഇവ ഉപയോഗിക്കുന്നത്. പോഷക സമ്പുഷ്ടമായ ഒരു ഉൽപ്പന്നമായതിനാൽ മക്കാനക്ക് നിരവധി ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ അന്തർദേശീയ വിപണികളിലും ഏറെ ആവശ്യക്കാരുള്ള രുചികരമായ ഒരു ഭക്ഷ്യ വിഭവമായി ഇത് മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ആദ്യഘട്ടത്തിൽ പോപ്കോൺ മാതൃകയിൽ വറുത്തും അല്ലാതെയുമെല്ലാം ഇവ ഉപയോഗിച്ചു വന്നിരുന്നു. വറുത്തെടുക്കുന്ന ലഘുഭക്ഷണമായും കറികൾ, മധുരമുള്ള പായസം, കഞ്ഞി എന്നിവയുണ്ടാക്കാനും ഇത് ഉപയോഗിക്കും. സാധാരണ എണ്ണയിൽ വറുത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്താണ് ഇവ കഴിക്കുന്നതെങ്കിലും മറ്റു തരത്തിലുള്ള പാചകത്തിലും ഇവ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് മധുരമുള്ള ഒരു തെന്നിന്ത്യൻ വിഭവമായ ഗീർ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക പായസം അല്ലെങ്കിൽ ഒരു കഞ്ഞി പോലുള്ള വിഭവത്തിലും ഇവ കൂട്ടായിട്ട് ചേർക്കാറുണ്ട്. ദാൽ മക്കാനി പോലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനും മറ്റു പച്ചക്കറികളുമായി കൂട്ടിയിണക്കിയുള്ള ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നതിനും ഇവ ഉത്തമമാണ്. മക്കാന നേരിട്ടോ ഉപ്പ്, നെയ്യ് എന്നിവ ചേർത്ത് വറുത്തതിനു ശേഷം ചായക്കടിയായോ ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലേവറുകൾ ചേർത്തുള്ള മക്കാന ഉൽപ്പന്നങ്ങളും ആവശ്യക്കാർ ഏറെയുണ്ട്. മക്കാന ആട്ട, ബൂജിയ, മക്കാന ഫ്ലെക്സ്, കുക്കികൾ, മക്കാന ബർഫി തുടങ്ങിയ അനുബന്ധ ഉൽപ്പന്നങ്ങളും വിപണിയിലുണ്ട്. ഉത്തരേന്ത്യയിൽ നവരാത്രി, കൊജാഗര, ഈദ്, വിവാഹം തുടങ്ങിയ വിവിധ ഉത്സവങ്ങളിൽ മക്കാന ഒരു പ്രധാന വിഭവമാണ്. ചിലർ ഉപവാസ സമയത്ത് ധാന്യേതര ഭക്ഷണമായും മക്കാന വിത്തുകൾ ഉപയോഗിക്കുന്നു. പോഷക ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമായ മക്കാന ആരോഗ്യം നിലനിർത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മാത്രമല്ല ചർമ്മത്തെ സംരക്ഷിക്കാനും മികച്ചതാണ്. മക്കാനയിലെ ആന്റി ഓക്സിഡന്റുകളും അമിനോ ആസിഡുകളും മുഖത്തെ ചുളിവുകൾ കുറയ്ക്കുന്നതിനും ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്താനും സഹായിക്കുന്നു. മുഖക്കുരു കുറക്കാൻ മക്കാനയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സഹായിക്കും. മക്കാന സ്ഥിരമായി കഴിക്കുന്നത് മൃദുലമായ ചർമ്മത്തിന് കാരണമാകും. പ്രോട്ടീൻ സമ്പുഷ്ടമെന്നതിന് പുറമെ ഫൈബർ, കാർബോഹൈഡ്രേറ്റ്, ആന്റി ഓക്സിഡന്റുകൾ, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് പോലുള്ള പ്രധാന മിനറലുകളും അടങ്ങിയതാണിത്. എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തൽ, ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തൽ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ ഇത് സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകളും പോളിഫെനോകളും പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. മക്കാനയിലെ മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ഹൃദയാരോഗ്യത്തിനും ഗുണകരമാണ്. കൊളസ്ട്രോളും പൂരിത കൊഴുപ്പും കുറവാണെന്നത് ഇതിനെ ഹൃദയ സൗഹൃദ ലഘുഭക്ഷണമാക്കി മാറ്റുന്നു. മക്കാന കഴിക്കുന്നത് ആരോഗ്യകരമായ കൊളസ്ട്രോളിന്റെ അളവ് നിലനിർത്താനും അതുവഴി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. മക്കാനയിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ, പൊട്ടാസ്യം ഒരു വസോഡിലേറ്ററായി പ്രവർത്തിച്ച് രക്തക്കുഴലുകളെ വിശ്രമിക്കാൻ സഹായിക്കുകയും അതുവഴി ഹൃദയത്തിന്റെ ആയാസം കുറയ്ക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നതിനാൽ ഇത് പ്രമേഹ രോഗികൾക്കും നല്ലൊരു ലഘുഭക്ഷണമാണ്. കലോറി വളരെ കുറവാണെന്നതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യമായി ഇവ കഴിക്കാം. ഇതിലെ ഫൈബർ വിശപ്പ് നിയന്ത്രിക്കുമെന്നതിനാൽ മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കാനും ഇവ സഹായിക്കും. മക്കാനയിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണുള്ളത്. കരളിലെ വിഷാംശം ഇല്ലാതാക്കാനും ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും ഇത് ഏറെ പ്രയോജനകരമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കോംഫറോൾ എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത സംയുക്തം സന്ധിവാതം, വാതം തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമാകുന്ന വീക്കം ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രോസസ്ഡ് നാരുകളേക്കാൾ ആരോഗ്യ ഗുണങ്ങളുള്ളതും ശരീരഭാരം കുറയ്ക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതുമാണ് ഇവ. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ലയിൽ ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ ഇടം പിടിച്ച മക്കാനയ്ക്ക് അടുത്തിടെ ഭൗമസൂചിക പദവിയും ലഭിച്ചിരുന്നു. മക്കാനയുടെ ഉൽപാദനം, വിപണനം, മൂല്യവർദ്ധനം തുടങ്ങിയ കാര്യങ്ങൾ
പ്രോത്സാഹിപ്പിക്കുന്നതിന് മക്കാന ബോർഡ് രൂപീകരിക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിലും കേന്ദ്ര സർക്കാർ ഇത്തവണ പ്രഖ്യാപിച്ചതിൽ അല്പമെങ്കിലും സാധാരണ കർഷക ജനവിഭാഗങ്ങൾക്ക് ഗുണം നൽകുന്ന ഏക പദ്ധതിയാണിത്. വോട്ട് നേട്ടത്തിനപ്പുറം മക്കാന പദ്ധതി പൂർണ്ണാർത്ഥത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ സർക്കാർ സന്നദ്ധരായാൽ അത് വലിയൊരളവിൽ വിദേശ നാണ്യം ഇന്ത്യക്ക് നൽകുമെന്നതിൽ സംശയമില്ല. തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന പോലെ മക്കാനയും തന്നാലാവുന്നത് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.